ഏലിയ പ്രവാചകൻ രംഗപ്രവേശനം ചെയ്യുന്നതിൻ്റെ റിലീജിയസ് സാഹചര്യം എന്ന് പറയുന്നത് മുഴുത്ത കടുത്ത വിഗ്രഹാരാധനയാണ്. ഏലിയ എന്ന വാക്കിന്റെ അർത്ഥം ഇവൻ ദൈവത്തിന്റെ, യഹോവയുടെ സ്വന്തം എന്നാണ്. അപ്പോൾ ലോകം മുഴുവൻ, ജനം മുഴുവൻ വഴിതെറ്റിപ്പോകുമ്പോഴും ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് പിറന്നപ്പോൾ ഏലിയായുടെ മാതാപിതാക്കൾ ആ മകന് ഞാൻ ദൈവത്തിൻ്റെതാണ്, ഇവൻ യഹോവയുടേതാണ് എന്നൊരു പേര് നൽകി എന്നത് തന്നെ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏലിയ പ്രവാചകൻ ധീരതയോടുകൂടെ ആഹാബിന്റെ മുൻപിൽ വരുന്നു. ആഹാബിനോട് പറയുന്നു, ഇനി ഞാൻ പറഞ്ഞാലല്ലാതെ ഈ ദേശത്ത് മഴയോ മഞ്ഞോ ഉണ്ടാവുകയില്ല. ആഹാബും ആഹാബിന്റെ ഭാര്യയായ ജസബെല്ലും അവരുടെ പുരോഹിതന്മാരുമൊക്കെ ബാലിനെയും അക്ഷേരയെയും പൂജിച്ചുകൊണ്ടിരിക്കുന്നത് ബാൽ മഴയുടെ ദേവനാണെന്ന്. അതായത് ബാലാണ് മഴയെ നിയന്ത്രിക്കുന്നത്, അക്ഷേരയാണ് മഞ്ഞിനെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെയുള്ള വിശ്വാസത്തിലാണ്. അപ്പോഴാണ് ഏലിയ പറയുന്നത്, ഇനി ഞാൻ പറഞ്ഞാലല്ലാതെ, അതായത് സത്യദൈവമായ യഹോവയുടെ പ്രവാചകനായ ഞാൻ പറഞ്ഞാലല്ലാതെ ഇനി മഴയുണ്ടാവില്ല, മഞ്ഞുണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഏലിയ പ്രവാചകന്റെ ആ വെല്ലുവിളിയുടെ അല്ലെങ്കിൽ ആ ധീരതയുള്ള പ്രവചനത്തിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത്.